റഷ്യൻ ആർട്ടിക് തീരത്തുകൂടി കടന്നുപോകുന്ന നോർത്തേൺ സീ റൂട്ട് എന്ന പുതിയ കപ്പൽപാതയിലൂടെ യൂറോപ്പിലേക്ക് ചുവടുവെക്കുന്നതിലൂടെ ലോക വ്യാപാര ചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് ചൈന. മാറിവരുന്ന സാഹചര്യങ്ങൾ ലോകത്തെ പുനർനിർമ്മിക്കുമ്പോൾ പഴയ വ്യാപാര പാതകൾക്ക് വെല്ലുവിളിയായി പുതിയൊരു ലോകം ഉണരുകയാണ്. റഷ്യൻ ആർട്ടിക് തീരത്തുകൂടി കടന്നുപോകുന്ന നോർത്തേൺ സീ റൂട്ട് എന്ന പുതിയ കപ്പൽപാതയിലൂടെ യൂറോപ്പിലേക്ക് ചൈനയുടെ ചുവടുവെപ്പ് ലോക വ്യാപാര ചരിത്രത്തിലെ തന്നെ പുതിയ അധ്യായമാണ്. പരമ്പരാഗതമായ വഴികൾ നേരിടുന്ന വെല്ലുവിളികളും അപകട സാധ്യതകളും ഈ പുതിയ പാതയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു പുതിയ റൂട്ട് മാത്രമല്ല, ലോകത്തിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തന്ത്രപ്രധാനമായ നീക്കമാണ്. റഷ്യയുടെ ആർട്ടിക് തീരത്തുകൂടി നീളുന്ന നോർത്തേൺ സീ റൂട്ട് ഇപ്പോൾ ലോക വ്യാപാരത്തിന് പുതിയ സാധ്യതകൾ നൽകുകയാണ്. കടൽ മഞ്ഞ് കുറയുന്നതിനാൽ ഈ പാത ഇപ്പോൾ കൂടുതൽ ഉപയോഗപ്രദമായി മാറിയിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ പാതയെ ഒരു പ്രധാന ഗതാഗത ഇടനാഴിയായി ഉയർത്താനുള്ള തന്റെ ലക്ഷ്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2025 സെപ്റ്റംബർ 20-ന് ചൈനയുടെ ഇസ്താംബൂൾ ബ്രിഡ്ജ് കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തു നിന്നും ബ്രിട്ടനിലെ ഫെലിക്സ് ഡോവിലേക്ക് 18 ദിവസത്തെ യാത്രയ്ക്കായി പുറപ്പെടും. ഒരു ഐസ് ബ്രേക്കർ കപ്പലിന്റെ അകമ്പടിയോടെയാണ് ഈ യാത്ര. ഈ പുതിയ പാത യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നു. സുവേസ് കനാൽ വഴി ഏകദേശം 40 ദിവസം, ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ് വഴി 50 ദിവസവും എടുക്കുന്ന യാത്ര നോർത്തേൺ സീ റൂട്ട് വഴി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഇത് യൂറോപ്യൻ റെയിൽവേ വഴി എടുക്കുന്ന 25 ദിവസത്തെ സമയത്തേക്കാളും കുറവാണ്. ആർട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാൾട്ടെ ഹംബർട്ട് അഭിപ്രായപ്പെട്ടതുപോലെ ആർട്ടിക് മേഖലയിലെ വിഭവങ്ങളും കപ്പൽ പാതകളും ലോകരാഷ്ട്രീയത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുകയാണ്. നിലവിൽ മിക്ക വ്യാപാരവും സുവേസ് കനാൽ പോലുള്ള പരമ്പരാഗത പാതകളിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ ഈ പാതകൾ എപ്പോഴും കടൽ കൊള്ളക്കാരുടെയും ചെങ്കടലിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഭീഷണി നേരിടുന്നു. ഇത് ചില കപ്പലുകൾക്ക് ആഫ്രിക്കയുടെ ചുറ്റും വഴിതിരിച്ചുവിടേണ്ട സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധിക്ക് നോർത്തേൺ സീ റൂട്ട് ഒരു മികച്ച ബദലാണ്. ആഫ്രിക്കൻ തീരങ്ങളിലെ ഭീഷണികളില്ലാത്തതും യാത്രയുടെ ദൂരം ഏകദേശം 40% കുറവായതും ഈ പാതയെ കൂടുതൽ ആകർഷകമാക്കുന്നു. റഷ്യ ഈ പാത വികസിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് പുടിൻ ഈ മേഖലയിലെ ചരക്ക് നീക്കം ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ 70-100 ദശലക്ഷം ടണ്ണായി ഉയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി റഷ്യയുടെ പ്രത്യേക ആണവ ഐസ് ബ്രേക്കർ കപ്പലുകളുടെ പിന്തുണയോടെ വർഷം മുഴുവൻ നാവിഗേഷൻ ഉറപ്പാക്കാനും മർമാൻസ്ക് പോലുള്ള തുറമുഖങ്ങൾ വികസിപ്പിക്കാനും പുതിയ തുറമുഖങ്ങൾ നിർമ്മിക്കാനും അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട്. റഷ്യയുടെ ആർട്ടിക് വിഭവങ്ങളായ എണ്ണ, വാതകം, ലോഹങ്ങൾ, അപൂർവ മണ്ണ് ഖനനം എന്നിവയിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്നു. ഇതിനായി ചൈന, ഇന്ത്യ, UAE തുടങ്ങിയ വിദേശ പങ്കാളികളുമായി സംയുക്ത സംരംഭങ്ങൾക്കും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. റഷ്യൻ ആർട്ടിക് നഗരങ്ങളുടെ വികസനവും ടൂറിസവും പ്രോത്സാഹിപ്പിക്കാനും റഷ്യ പ്രതിജ്ഞാബദ്ധമാണ്. ഈ നീക്കം റഷ്യയും ചൈനയും സംബന്ധിച്ച് തന്ത്രപരമായ ഒരു വിജയമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനം കുറച്ചുകൊണ്ട് ആഗോള വാണിജ്യത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഇത് അവസരം നൽകുന്നു. റഷ്യയുടെ വിഭവങ്ങളും ചൈനയുടെ വ്യാവസായിക ശക്തിയും ഒരുമിച്ച് ചേരുമ്പോൾ ലോക വ്യാപാര ഭൂപടം പുതിയൊരു ശക്തി കേന്ദ്രത്തിലേക്ക് വഴിമാറിക്കൊടുക്കുകയാണ്. ഇത് ലോകരാഷ്ട്രീയത്തിൽ കൂടുതൽ സന്തുലിതമായ ഒരു ബഹുദ്രുവ ലോകക്രമം സൃഷ്ടിക്കുമെന്നതിന് സംശയമില്ല. ഈ പുതിയ പാത വെറും കടൽ മാർഗം മാത്രമല്ല, റഷ്യയും ചൈനയും ലോക ശക്തികളായി ഉയർന്നു വരുന്നതിന്റെ ശക്തമായ സൂചന കൂടിയാണ്. ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ എന്ന നിലയിൽ പ്രത്യേക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ചൈന റഷ്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. 2025 മെയ് മാസത്തിൽ മോസ്കോയിൽ വ്ളാഡിമിർ പുടിനൊപ്പം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ചൈനീസ് നേതാവ് ഷീ ജിൻപിങ് അങ്ങനെ പ്രഖ്യാപിച്ചതാണ്. ചൈനയുടെ പിന്തുണയില്ലാതെ റഷ്യയ്ക്ക് യുദ്ധക്കളത്തിൽ അതിന്റെ മന്ദഗതിയിലുള്ള പുരോഗതി പോലും നിലനിർത്താൻ കഴിയുമായിരുന്നോ എന്നത് സംശയാസ്പദമാണ്. തീർച്ചയായും പൂർണ്ണമായും അസംഭവ്യമാണ്. ചൈനയുടെ അന്താരാഷ്ട്ര നിലപാട് ചൈനീസ് രാഷ്ട്രീയ നേതൃത്വം US-ഉമായുള്ള തന്ത്രപരമായ ശത്രുതയായി തിരിച്ചറിഞ്ഞതിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെല്ലാം മങ്ങിയതാണ്. കൂടാതെ ചൈന മറ്റ് രാജ്യങ്ങളുമായുള്ള ഇടപെടലുകളെ ഈ പ്രിസത്തിലൂടെയാണ് വീക്ഷിക്കുന്നത്. ഇത് യൂറോപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചൈന റഷ്യൻ ബന്ധത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുമെന്ന് ഇതിന് അർത്ഥമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.